നമസ്കാരം. ഓട്ടോ എക്സ്പോ മലയാളത്തിൻ്റെ അടുത്തൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് റെനോൾട്ടിൻ്റെ ഫസ്റ്റ് മിനി SUV സെഗ്മെൻറ്റിലുള്ള കൈഗറാണ്. റെനോൾട്ടിൻ്റെ 6ാമത്തെ മോഡലാണ് ഇന്ന് നമ്മളിവിടെ റിവ്യൂ ചെയ്യാൻ പോകുന്ന റെനോൾട്ട് കൈഗർ. ഫ്രഞ്ച് ഓട്ടോമോട്ടീവ് മാനുഫാക്ചേഴ്സ് ആയിട്ടുള്ള റെനോൾട്ടിൻ്റെ ആദ്യത്തെ അല്ലെങ്കിൽ അരങ്ങേറ്റം എന്ന് പറയാൻ പറ്റുന്ന വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ ഫ്ലുവൻസ് ആയിരുന്നു. ഒരു പ്രീമിയം സെഗ്മെൻറ്റ് സെഡാൻ. റെനോൾട്ട് ആദ്യമായിട്ട് ഇന്ത്യയിൽ ഫ്ലുവൻസ് ലോഞ്ച് ചെയ്തപ്പോൾ എല്ലാവരുടെയും ഒരു സംശയമായിരുന്നു, ഒരു ബഡ്ജറ്റ് അല്ലെങ്കിൽ എൻട്രി ലെവൽ വെഹിക്കിൾസിന് മാത്രം സപ്പോർട്ട് കൊടുക്കുന്ന അല്ലെങ്കിൽ അതിനെ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു പുറത്തുനിന്നുള്ളൊരു വെഹിക്കിൾ, അതും പ്രീമിയം സെഗ്മെൻറ്റിൽ കയറി വന്നാൽ അത് എത്രത്തോളം വിജയിക്കും, ആ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ആ ബ്രാൻഡ് എത്രത്തോളം വിജയിക്കും എന്നുള്ളത്. ആക്ച്വലി അത് റെനോൾട്ടിൻ്റെ ഒരു തരത്തിലുള്ള മാർക്കറ്റ് അനാലിസിസ് ആയിരുന്നു. ഫ്ലുവൻസിന് ശേഷം മാർക്കറ്റ് സ്റ്റഡി എല്ലാം കംപ്ലീറ്റ് ആയതിനു ശേഷമാണ് റെനോൾട്ട് ഇന്ത്യക്ക് ആപ്റ്റായിട്ടുള്ള രീതിയിൽ ബഡ്ജറ്റിൽ അല്ലെങ്കിൽ ഒരു എൻട്രി ലെവലായിട്ടുള്ള വെഹിക്കിൾസ് മാനുഫാക്ചർ ചെയ്ത് തുടങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ ഓരോ വെഹിക്കിൾസ് ചെയ്ത് കഴിയുമ്പോഴും റെനോൾട്ട് നമുക്ക് അല്ലെങ്കിൽ നമ്മളുടെ ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള പുതിയ പുതിയ വെഹിക്കിൾസ് ലോഞ്ച് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു ഉദാഹരണമാണ് ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്ന റെനോൾട്ടിൻ്റെ ഈ കൈഗർ എന്ന് പറഞ്ഞിട്ടുള്ള വെഹിക്കിൾ. ഇത് ഒരു മിനി SUV കാറ്റഗറിയിൽ പെടുന്ന വെഹിക്കിളാണ്. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് 4 വേരിയൻസിൽ അവൈലബിൾ ആണ്. RXe, RXL, RXT, RXZ എന്ന് പറയുന്ന 4 വേരിയൻസ്. ഈ വണ്ടിയിൽ 2 എൻജിൻസ് നമുക്ക് അവൈലബിൾ ആണ്. ഒരു 1 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിനും പിന്നെ 1 ലിറ്റർ ഒരു ടർബോ പെട്രോൾ എഞ്ചിനും ആണ് ഇതിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ വെഹിക്കിളിൽ മൊത്തം 3 ട്രാൻസ്മിഷൻ ഓപ്ഷൻസ് ആണ് വരുന്നത്. ഇപ്പോൾ നമ്മളുടെ 1 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിനിലാണെന്ന് വെച്ചാൽ ഒരു 5 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനും 5 സ്പീഡ് AMTO ആണ് ഇതിൽ വരുന്നത്. ഇനി നമ്മൾ 1 ലിറ്റർ ടർബോ നോക്കുകയാണെങ്കിൽ അതിലും ഇതേപോലെ ഒരു 5 സ്പീഡ് മാനുവലും പിന്നെ ഒരു എക്സ്ട്രോണിക് CVT ട്രാൻസ്മിഷനും കൂടി ഈ വെഹിക്കിളിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ നമുക്ക് ഈ വണ്ടി കംപ്ലീറ്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇത് ആക്ച്വലി നമ്മുടെ നിസാൻ്റെ മാഗ്നൈറ്റിൻ്റെ ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള പ്ലാറ്റ്ഫോമിലാണ് ഈ വെഹിക്കിൾ മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് കൈഗറിൻ്റെ ഫ്രണ്ടിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. ആദ്യമായിട്ട് ഇതിൻ്റെ വലിയൊരു വിൻഷീൽഡ് ഏരിയ ആണ്. അതിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് 2 വൈപ്പേഴ്സ് വെൽ പ്ലേസ്ഡ് ആണ്. എന്തോ ഇതിൻ്റെ വിൻഷീൽഡ് വാഷിംഗ് നോസിൽ ഇതിൻ്റെ ഹുഡിൻ്റെ മുകളിലാണ് കൊടുത്തിട്ടുള്ളത്. അത് ഇതിൻ്റെ വൈപ്പർ ആമിലോ കൗളിലോ കൊടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നു. വെൽ ടോൺഡ് ആയിട്ടുള്ള ഒരു ഹുഡാണ് ഈ വെഹിക്കിളിന് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വെഹിക്കിളിൻ്റെ മാസീവ്നെസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സഹായിച്ചിട്ടുണ്ട്. ഇതിപ്പോഴത്തെ എല്ലാ വെഹിക്കിൾസിൻ്റെയും ട്രെൻഡ് പോലെ ടോപ്പിലായിട്ട് DRL യൂണിറ്റും താഴത്ത് ബമ്പറിൽ ഹെഡ്ലാമ്പ് യൂണിറ്റുമാണ് ഈ വെഹിക്കിളിലും അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഹുഡിൻ്റെ തൊട്ട് താഴത്തായിട്ട് ഒരു ഇൻഡിക്കേറ്റർ DRL ഇൻ്റഗ്രേറ്റഡ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് ആക്ച്വലി ഒരു LED യൂണിറ്റാണ്. അതിൻ്റെ തൊട്ട് താഴത്തായിട്ട് ഒരു ഹെഡ്ലാമ്പ് യൂണിറ്റ് കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റും. ഈ ഹെഡ്ലാമ്പും LED ആണ്. ഈ ഹെഡ്ലാമ്പ് എന്ന് പറയുമ്പോൾ ഒരു ബുഗാട്ടി ചിറോൺ ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു ഹെഡ്ലാമ്പ് യൂണിറ്റാണ്.
ചുറ്റുമായിട്ട് ഒരു ബ്ലാക്ക് ബെസൽ കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റും. അത് ആക്ച്വലി ഈ ഒരു ഹെഡ് ലാമ്പിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ഫ്രണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു റെനോൾട്ടിൻ്റെ ടിപ്പിക്കൽ എല്ലാ വെഹിക്കിൾസിലും കാണാൻ പറ്റുന്ന ഒരു ഗ്രില്ലും അതിൻ്റെ നടുക്കായിട്ട് വലിയൊരു റെനോൾട്ടിൻ്റെ ലോഗോയും കാണാൻ പറ്റും. ബമ്പറിൻ്റെ ഒരുപാട് ഇൻസേർട്സ് ഒക്കെ കൊടുത്തിട്ട് വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. അതിന് പുറമെ തന്നെ ഒരു ലോവർ ലിപ്പും ഈ ഒരു ബമ്പറിൽ കാണാൻ പറ്റും. നമുക്കിനി കൈഗറിൻ്റെ സൈഡ് വ്യൂ ഒന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് സൈഡ് വ്യൂവിൽ ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവായിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പുതിയ ഡിസൈനിലുള്ള അലോയ് വീൽസാണ്. ഇത് ആക്ച്വലി 16 ഇഞ്ച് ഡ്യുവൽ ടോൺ 4 സ്പോക്ക് അലോയ് വീൽസാണ്. ഈ വെഹിക്കിളിൽ വരുന്നത് 195/60 R16 ടയേഴ്സാണ്. ഇതിൻ്റെ ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്സും ബാക്കിൽ ഡ്രം ബ്രേക്സുമാണ് വരുന്നത്. ഫ്രണ്ടിൽ മാക്ഫെർസൺ സ്ട്രട്ട് ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷനും ബാക്കിൽ സെമി ഇൻഡിപെൻഡൻറ്റ് ടോർഷണൽ ബീം സസ്പെൻഷനുമാണ് കൊടുത്തിട്ടുള്ളത്. ഈ വെഹിക്കിളിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറഞ്ഞാൽ 205 mm ആണ്. വീലിൻ്റെ മുകളിലായിട്ട് ബ്ലാക്ക് കളറിൽ ഒരു ക്ലാഡിങ് കൊടുത്തിട്ടുണ്ട്. ഇത് ആക്ച്വലി ഈ ഒരു വെഹിക്കിളിൻ്റെ സറൗണ്ടിങ് കംപ്ലീറ്റ് ആയിട്ട് എല്ലാ ഭാഗത്തും ചുറ്റപ്പെട്ട് കിടക്കുന്നുണ്ട്. ഈ ഒരു ക്ലാഡിങ് അത് ഈ വെഹിക്കിളിനെ ഒരു SUV ആണ് എന്ന് തോന്നിപ്പിക്കാൻ സഹായിക്കുന്നുണ്ട്. അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഈ വെഹിക്കിളിൻ്റെ ഒരു ബാഡ്ജിങ് കാണാൻ പറ്റും, RXZ. ഇത് ആക്ച്വലി ഇതിൻ്റെ ടോപ്പ് എൻഡ് ആണ്. തൊട്ട് ബാക്കിലേക്ക് പോവുകയാണെങ്കിൽ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലുള്ള ഒരു ഔട്ടർ റിയർ വ്യൂ മിറർ നമുക്കിതിൽ കാണാൻ പറ്റും. ഇത് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിളും ഇലക്ട്രിക്കലി ഫോൾഡബിളുമാണ്. അതിൽ തന്നെ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ആക്ച്വലി ഒരു ഇന്ത്യൻ ഫ്രണ്ട്ലി മിററാണ്. അപ്പോൾ ചെറുതായിട്ടൊരു സൈഡ് ഹിറ്റ് കൊണ്ടൊന്നും മിറർ ഡാമേജ് ആവുന്നില്ല. ഫ്രണ്ട് ഡോർ ഹാൻഡിൽസ് ബോഡി കളേർഡാണ്. പക്ഷേ അതിൽ റിക്വസ്റ്റ് സെൻസേഴ്സോ കീ സിലിണ്ടേഴ്സോ ഒന്നും കാണാൻ പറ്റില്ല. താഴത്തായിട്ട് ഡോറിൽ ഫ്രണ്ടിലും ബാക്കിലും ഡോറിൽ ക്ലാഡിങ്സ് കൊടുത്തിട്ടുണ്ട്. റണ്ണിങ് ബോർഡ് ക്ലാഡിങ് കൊടുത്തിട്ട് മനോഹരമാക്കിയിട്ടുണ്ട്. ബി പില്ലേഴ്സ് ബ്ലാക്കൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് നമുക്കൊരു റൂഫ് റെയിൽ കാണാൻ പറ്റും. ഇതിലത്തെ റൂഫ് റെയിൽ ഫങ്ഷണലാണ്. നമ്മൾ റിയർ ഡോറിലോട്ട് വരുന്ന സമയത്ത് അതിൻ്റെയും ഡോർ ഹാൻഡിൽസ് ബോഡി കളേർഡാണ്. അതിലും റിക്വസ്റ്റ് സെൻസേഴ്സോ കീ സിലിണ്ടേഴ്സോ ഒന്നും കാണാൻ പറ്റില്ല. റിയർ ഡോറിൻ്റെ മുകളിലായിട്ട് ഒരു ചെറിയൊരു ക്വാർട്ടർ ഏരിയ പോലെ ഒരു ക്ലാഡിങ് കൊടുത്തിട്ടുണ്ട്. അതിന് കണ്ടിന്യൂസ് ആയിട്ട് ക്വാർട്ടർ പാനലിൽ ഒരു ചെറിയൊരു പോർഷൻ ബ്ലാക്കൻ ചെയ്തിട്ടുണ്ട്. ഇത് ആക്ച്വലി ഈ ഒരു വെഹിക്കിളിനെ ഒരു ഫ്ലോട്ടിംഗ് റൂഫായി തോന്നിക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. കൈഗറിൻ്റെ ഏറ്റവും ഭംഗിയുള്ളത് അതിൻ്റെ ബാക്കിലെ ഡിസൈനാണ്. അതിൽ തന്നെ ഏറ്റവും ഭംഗിയുള്ളത് അതിൻ്റെ ടെയിൽ ലാമ്പ് ഡിസൈനാണ്. ഒരു തരത്തിൽ ബൂമറാങ് അല്ലെങ്കിൽ C ഷേപ്പിലുള്ള ഒരു ഡിസൈനിലാണ് ഇതിൻ്റെ ടെയിൽ ലാമ്പ് ചെയ്തിരിക്കുന്നത്. അതുതന്നെ ഒരു ക്വാർട്ടർ പാനലിലേക്കും നമ്മുടെ ബൂട്ട് ലിഡിലേക്കും കയറി നിൽക്കുന്ന ഒരു തരത്തിലുള്ള ഡിസൈനാണ്. ഇതിൻ്റെ ബ്രേക്ക് ലൈറ്റിൻ്റെ അത് പാർക്ക് ലൈറ്റിൻ്റെയും ലൈറ്റ്സ് LED-യിലും ഇതിൻ്റെ ഇൻഡിക്കേറ്റേഴ്സും റിവേഴ്സ് ലൈറ്റിൻ്റെ ലൈറ്റ്സും ഹാലജൻ ലൈറ്റ്സുമാണ് കൊടുത്തിട്ടുള്ളത്. അത് തന്നെ ബ്ലാക്കൻ ചെയ്തിട്ട് വളരെ ഭംഗിയാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഏറ്റവും തൊട്ട് മുകളിൽ നോക്കുകയാണെങ്കിൽ ഒരു ഡിസ്കണ്ടിന്യൂഡ് ആയിട്ടുള്ള ഒരു ഇൻ്റഗ്രേറ്റഡ് സ്പോയിലേഴ്സ് കാണാൻ പറ്റും. ആ സ്പോയിലേഴ്സിൻ്റെ മുകളിൽ തന്നെ ഒരു ബ്ലാക്ക് ക്ലാഡിങ് എല്ലാം കൊടുത്തിട്ട് വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് സെൻറ്ററിൽ നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാമ്പ് കാണാൻ പറ്റും. അതിൻ്റെ അടുത്തായിട്ട് നമ്മുടെ റിയർ വിൻഷീൽഡിൻ്റെ വാഷിംഗ് നോസിൽ കാണാൻ പറ്റും. റിയർ വിൻഷീൽഡിൻ്റെ മുകളിൽ ഡീഫോഗർ ലൈൻസ് ഉണ്ട്. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് അതിൻ്റെ വൈപ്പർ യൂണിറ്റും കാണാൻ പറ്റും. ഇതിൻ്റെ ഡെക്ക് ലിഡിൻ്റെ ആക്ച്വലി ഇതൊരു നോച്ച് പാക്ക് ആണെന്ന് പ്രൂവ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഇൻ്റഗ്രേറ്റഡ് സ്പോയിലർ വരുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ നടുക്കായിട്ട് റെനോൾട്ടിൻ്റെ ഒരു ലോഗോയും അതിൻ്റെ താഴത്ത് കൈഗർ എന്നുള്ള ബാഡ്ജിങ്ങും കാണാൻ പറ്റും. ഈ റെനോൾട്ടിൻ്റെ ലോഗോൻ്റെ നടുക്കായിട്ടാണ് റിവേഴ്സ് ക്യാമറ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ലെഫ്റ്റിലായിട്ട് റെനോൾട്ടിൻ്റെ ഒരു ബാഡ്ജിങ് കൂടിയുണ്ട്. ഇതിൽ മൊത്തം 3 റിവേഴ്സ് പാർക്കിംഗ് സെൻസേഴ്സാണ്. അത് നമ്മുടെ ബമ്പറിൻ്റെ ക്ലാഡിങ്ങിലാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ ആക്ച്വലി ഒരു മൾട്ടി കളേർഡ് ബമ്പേർഡാണ് വരുന്നത്. അതും മൾട്ടിപ്പിൾ പീസസ് ആയിട്ടാണ് വരുന്നത്. ഒരു ബ്ലൂവിൻ്റെ കളറിലുള്ള അതിലൊരു ബ്ലാക്ക് കളറിൽ ഒരു സിൽവർ കളറിൽ ഫേക്ക് സ്കിഡ് പ്ലേറ്റിൻ്റെ രീതിയിലുള്ള ഒരു പീസ് കൂടി കാണാൻ പറ്റും.
നമുക്ക് ഇതിൻ്റെ ബൂട്ട് ഓപ്പൺ ചെയ്തിട്ട് ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒന്ന് നോക്കി നോക്കാം. കൈഗറിൻ്റെ ബൂട്ട് ഏരിയ എന്ന് പറഞ്ഞാൽ 405 ലിറ്ററാണ്. അതിൻ്റെ തന്നെ ബാക്കിലായിട്ട് നമുക്ക് ഇവിടെ ഐസോഫിക്സ് സൈഡ് സീറ്റിൻ്റെ അഡാപ്റ്റേഴ്സ് കാണാൻ പറ്റും. വെൽ ഇൻസുലേറ്റഡ് ആയിട്ടുള്ള ഒരു ബൂട്ട് ഏരിയ ആണ് ഇവിടെ കാണാൻ പറ്റുക. നമ്മളിതിൻ്റെ ബൂട്ട് വെൽ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കിവിടെ ഒരു സ്പെയർ ടയർ കാണാൻ പറ്റും. അത് ആക്ച്വലി 185/65 R15 ഉള്ള ഒരു സ്പെയർ വീലാണ്. ഇത് സ്റ്റീൽ വീലാണ്, നമുക്ക് അലോയ് വീലല്ല വരുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കുറച്ച് അതിൻ്റെ ടൂൾസ്, അതിൻ്റെ സ്ക്രൂ ജാക്ക് എല്ലാം കൂടിയിട്ട് ഇതിലൊരു ടൂൾ സെറ്റ് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ എൻജിൻ ബേ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് നോക്കി നോക്കാം. ഇതിൽ 2 എൻജിൻ ഓപ്ഷൻസ് ആണ് വരുന്നത്. ആക്ച്വലി 1 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് എൻജിനും പിന്നെ ഒരു 1 ലിറ്റർ ടർബോ എൻജിനുമാണ് വരുന്നത്. ഇപ്പം നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് റിവ്യൂ ചെയ്ത വെഹിക്കിളിൽ വരുന്നത് 1 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് എൻജിനാണ്. അപ്പോൾ ഇതിൻ്റെ പവർ ടോർക്ക് ഫിഗേഴ്സ് എന്ന് പറഞ്ഞാൽ 72 bhp പവർ 6250 RPMലും 96 ന്യൂട്ടൺ മീറ്റർ ടോർക്ക് 3500 RPMലാണ് കിട്ടുന്നത്. എൻജിൻ ബേ എല്ലാം വെൽ അലൈൻഡ് ആണ്, വെൽ ഓർഗനൈസ്ഡ് ആണ്. അപ്പോൾ ഇതിൽ തന്നെ 1 ലിറ്റർ ടർബോ പെട്രോൾ എൻജിനിൽ വരുന്നത് 100 PS പവറാണ്. അത് 5000 RPMലും 160 ന്യൂട്ടൺ മീറ്റർ ടോർക്ക് 2800 3600 RPMൻ്റെ ഇടയിലുമാണ്. കീ വരുന്നത് ഇതിൽ തന്നെ നമുക്ക് ലോക്ക് അൺലോക്ക് ലൈറ്റ് ഇൻറ്റേർണൽ ലൈറ്റ്സ് അതിൻ്റെ ബൂട്ട് ഹോൾഡ് ബട്ടണും കാണാൻ പറ്റും. ഇപ്പോൾ എന്തെങ്കിലും ഒരു എക്സ്ചേഞ്ച് ബാറ്ററി ലോ അങ്ങനത്തെ കണ്ടീഷൻസ് വരുമ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലൊരു മാനുവൽ കീയും കൂടി നമുക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് കൈഗറിൻ്റെ ഇൻറ്റീരിയർ ഡീറ്റെയിൽസ് ഒന്ന് നോക്കി നോക്കാം. വൈഡായി തുറക്കാൻ പറ്റുന്ന ഡോറുകൾ തന്നെയാണ് ഫ്രണ്ട് സീറ്റിൽ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആക്സസ് ഈസി ആവുന്നുണ്ട്. ഇതിൻ്റെ ട്രിംസ് എന്നൊക്കെ പറയുമ്പോൾ ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ്, പക്ഷേ ഇവിടെ ഹാൻഡ് റെസ്റ്റിൻ്റെ ഭാഗത്തൊരു സോഫ്റ്റ് മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട്. ഹാൻഡിൽ ലോക്സ് വരുന്നത് പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. അതിൻ്റെ താഴത്തായിട്ടൊരു ഡോർ ഹാൻഡിൽ കൂടി കൊടുത്തിട്ടുണ്ട്. അത് നമ്മളൊരു SUVയുടെ ഒരു ഫീല് തരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ഈ ഡോർ പാഡ്സിൽ തന്നെയാണ് മിററിൻ്റെ കൺട്രോൾസും നമ്മുടെ പവർ വിൻഡോൻ്റെ കൺട്രോൾസും ഡോർ ലോക്ക് അൺലോക്ക് ബട്ടൺസും കൊടുത്തിട്ടുള്ളത്. ഇതിൽ ഡ്രൈവർ സൈഡിൽ ഡോറിൽ മാത്രമാണ് ഓട്ടോ ഫങ്ഷൻ വന്നിട്ടുള്ളത്. അതിൻ്റെ തൊട്ട് താഴത്തായിട്ട് നമുക്കൊരു കപ്പ് ഹോൾഡർ കാണാൻ പറ്റും. ഇതിലൊരു സ്പീക്കറും ട്യൂട്ടറും കൂടി കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സീറ്റ്സ്, ഡ്രൈവർ സീറ്റ്സ് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഉള്ളിൽ കയറി ഇരുന്നിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കി നോക്കാം. കൈഗറിൻ്റെ ഇൻറ്റീരിയർ ഡീറ്റെയിൽസ് നോക്കുമ്പോൾ ആദ്യം തന്നെ ഇതിൽ സോഫ്റ്റ് മെറ്റീരിയൽ റാപ്പിഡ് ആയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്. അതിൽ തന്നെ തമ്പ് കോർണേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു 4 സ്പോക്ക് ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീലാണ് കൈഗറിനുള്ളത്. ആ സ്റ്റിയറിംഗിൽ തന്നെ നമുക്ക് പറയാം ഓഡിയോ കൺട്രോൾസും നമ്മളുടെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിന്റെ കൺട്രോൾസും മൗണ്ട് ചെയ്തിട്ടുണ്ട്. ഇത് ആക്ച്വലി ഒരു ടിൽറ്റബിൾ ആയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് കോളമാണ്, പക്ഷെ ടെലസ്കോപ്പിക് അല്ല. ഇന്ത്യൻ കണ്ടീഷൻസിലെ പോലെ തന്നെ റൈറ്റ് സൈഡിൽ ടേൺ ഇൻഡിക്കേറ്റേഴ്സും ഹെഡ്ലാമ്പ് യൂണിറ്റും ലെഫ്റ്റ് സൈഡിലായിട്ട് വൈപ്പർ യൂണിറ്റും വൈപ്പ് വാഷ് യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് നമ്മളുടെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ കാണാൻ പറ്റും. ഇത് ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററാണ്. ഏറ്റവും സെൻട്രലായിട്ട് നമുക്ക് ഒരു ഓഡോമീറ്റർ കാണാൻ പറ്റും. ഈ ഓഡോമീറ്ററിൽ ഒരു അനലോഗ് ആയിട്ടുള്ള ഡയലും അതിൻ്റെ ഒപ്പം തന്നെ ഡിജിറ്റൽ ആയിട്ടുള്ള ഒരു എൻട്രിയും അവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഏറ്റവും ലെഫ്റ്റിലായിട്ടുള്ള എൻജിൻ ടെമ്പറേച്ചർ മീറ്ററും റൈറ്റിലായിട്ട് ഫ്യൂവൽ ഗേജും കാണാൻ പറ്റുന്നുണ്ട്. അതിനിടയ്ക്ക് തന്നെ ആയിട്ട് നമുക്ക് കുറേ വാർണിംഗ് ലൈറ്റ്സും കാണാൻ പറ്റും. കൈഗറിൽ നമുക്ക് വരുന്ന ഒരു PM 2.5 ക്ലീൻ എയർ ഫിൽറ്റർ, അതായത് അഡ്വാൻസ്ഡ് അറ്റ്മോസ്ഫിയറിക് പർട്ടിക്കുലേറ്റ് ഫിൽറ്ററോട് കൂടിയിട്ടുള്ള എയർ കണ്ടീഷനിങ് സിസ്റ്റമാണ് ഈ വെഹിക്കിളിൽ വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഡാഷ്ബോർഡ് എന്ന് പറഞ്ഞാൽ ഒരു ഡ്യൂൽ ടോൺ കളറിലുള്ളതാണ്. ഒരു ഹാർഡ് പ്ലാസ്റ്റിക്കിലുള്ള മേക്ക് ചെയ്തിരിക്കുന്ന ഒരു ഡാഷ്ബോർഡാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്.
ഇതിന് താഴത്ത് AC വെൻസിന് ചുറ്റുമായിട്ടും ഇതിന് താഴത്തുമായിട്ട് ഒരു ഗ്രേ കളറിൽ ഒരു ചെറിയ പാറ്റേൺ ഒക്കെ കൊടുത്തിട്ട് ഈ ഡിസൈൻ ചെയ്തത് വളരെ നന്നായിട്ടുണ്ട്. ഇതിന്റെ താഴത്തായിട്ട് നമുക്ക് 2 ഗ്ലോ ബോക്സ് കാണാൻ പറ്റും. ഇതിന്റെ ടോപ്പിലുള്ള ഗ്ലോ ബോക്സിൽ കൂളിംഗ് ഫംഗ്ഷൻ അങ്ങനെ ഒന്നുമില്ല. താഴത്തെ ഗ്ലോ ബോക്സ് നമ്മൾ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ അതിലൊരു കൂളിംഗ് വെന്റ് കാണാൻ പറ്റും. ഈ 2 ഗ്ലോ ബോക്സിലും കൂടി മൊത്തം 15 ലിറ്റർ ആണ് ഇതിന്റെ കപ്പാസിറ്റി. ഏറ്റവും നമ്മൾ സെൻട്രലിലേക്ക് വരികയാണെങ്കിൽ അതിലൊരു ഇൻഫോടൈൻമെന്റ് സിസ്റ്റം നമുക്ക് കാണാൻ പറ്റും. ഈ ഇൻഫോടൈൻമെന്റ് സിസ്റ്റത്തിൽ നമുക്ക് സ്മാർട്ട് ഫോൺ കണക്ടിവിറ്റി, മീഡിയ, ഫോണ്, റേഡിയോ, വെഹിക്കിൾ അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള സെറ്റിംഗ്സ് കാണാൻ പറ്റും. അത്യാവശ്യം ടച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇൻഫോടൈൻമെന്റ് സിസ്റ്റമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഒപ്പം തന്നെ ഇതിന്റെ സൗണ്ട് ക്വാളിറ്റിയും ഡീസന്റ് ആണ്. ഈ ഇൻഫോടൈൻമെന്റ് സിസ്റ്റം നമ്മളുടെ AC-യുടെ കൺട്രോൾസുമായിട്ട് ഇന്റഗ്രേറ്റഡ് ആണ്. ഫോർ എക്സാമ്പിൾ, നമ്മളിവിടെ റീസർക്കുലേഷൻ മോഡ് ചേഞ്ച് ചെയ്യുക അല്ലെങ്കിൽ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുമ്പോൾ അത് നമ്മളുടെ മീഡിയ സ്ക്രീനിൽ റിഫ്ലക്റ്റ് ആവുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഇൻഫോടൈൻമെന്റ് സിസ്റ്റത്തിന് തൊട്ട് താഴത്തായിട്ട് AC വെൻസ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ തൊട്ട് താഴത്തായിട്ട് നമുക്കൊരു സെറ്റ് ഓഫ് സ്വിച്ചസ് കൊടുത്തിട്ടുണ്ട്. ഈ സ്വിച്ചസ് അലൈൻ ചെയ്തിരിക്കുന്നതാണ് ഒരു പ്രത്യേക ഭംഗിയുണ്ട്. അതിന്റെ ഡീഫോക്കേഴ്സിന്റെയും നമ്മളുടെ ഹസാർഡ് ലൈറ്റ്സിന്റെയും ഡോർ ലോക്ക് അൺലോക്ക് ബട്ടൺസിന്റെയും കീസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ലാസ്റ്റും എക്സ്ട്രീം എൻഡിലുള്ള 2 സ്വിച്ചസ് ഡമ്മി സ്വിച്ചസ് ആണ്. തൊട്ട് താഴത്തായിട്ട് നമ്മുടെ AC-യുടെയും ഫാനിന്റെയും കൺട്രോൾസ് ഒരു റോട്ടറി നോബ്സ് കാണാൻ പറ്റും. അതിന്റെ ഉള്ളിൽ തന്നെയായിട്ട് അതിന്റെ ഒരു ഡിജിറ്റൽ ആയിട്ടുള്ള ഡിസ്പ്ലേയും കൂടി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. AC-യുടെ ഫാനിന്റെ സ്പീഡ് 3rd ലെവൽ വരെ ഓഡിബിൾ അല്ല. അതിന് മുകളിൽ നമ്മൾ ശരിക്കും ഫാൻ സ്പീഡ് ഓഡിബിൾ ആണ്, ഫാനിന്റെ നോയ്സ് ഓഡിബിൾ ആണ്. അതിന് തൊട്ടിപ്പുറത്ത് വരുമ്പോൾ നമുക്ക് ടെമ്പറേച്ചർ അതേ നോബിന്റെ ഉള്ളിൽ ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഡിജിറ്റൽ ആയിട്ടുള്ള ഡിസ്പ്ലേ നമുക്ക് കാണാൻ പറ്റും. അതിന്റെ തൊട്ട് ബാക്കിലായിട്ട് ഒരു എയറോപ്ലെയിൻ കോക്പിറ്റിന്റെ സ്വിച്ചസിന് ഇൻസ്പയർഡ് ആയിട്ടുള്ള രീതിയിലുള്ള സ്വിച്ചസ് ആണ് AC-യുടെ കൺട്രോൾസിന് കൊടുത്തിരിക്കുന്നത്. AC-യുടെ ഓൺ ഓഫ് സ്വിച്ചസും ഡീഫോക്കേഴ്സിന്റെയും എയർ സർക്കുലേഷൻ മോഡിന്റെയും സ്വിച്ചസ് എല്ലാം ആ ഒരു തരത്തിലാണ് അലൈൻ ചെയ്തിരിക്കുന്നത്. അതിന്റെ തൊട്ട് താഴത്ത് കാണുന്ന ഈ ഒരു ഏരിയയിൽ ഇത് വയർലെസ് ചാർജിങ്ങിന്റെ ഏരിയ ആണ്. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ എല്ലാവരും വയർലെസ് ചാർജിങ്ങിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിവിടെ വയർലെസ് ചാർജിങ്ങിനുള്ള ഒരു ഓപ്ഷൻ ആയിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിന്റെ തൊട്ടിപ്പുറത്തായിട്ട് ഒരു USB ചാർജിങ് ഫെസിലിറ്റിയും നമ്മുടെ ഓൺ ഓഫ് എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടണും ഈ ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ചുറ്റുമായിട്ട് ഒരു സിൽവർ ബോർഡർ എല്ലാം കൊടുത്തിട്ട് വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. ഇതിന്റെ തൊട്ട് താഴത്തായിട്ട് കുറച്ചൊരു ചെറിയ സ്റ്റോറേജ് സ്പേസസ് ഉണ്ട്. ഇവിടെ നമുക്ക് വാലറ്റ് അല്ലെങ്കിൽ ഫോണൊക്കെ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. അതിന്റെ തൊട്ട് ബാക്കിലേക്ക് വരുമ്പോൾ ഈ വെഹിക്കിൾ ഒരു പ്രീമിയം ഫീല് തരാവുന്ന രീതിയിലാണ് ഇതിന്റെ സെൻട്രൽ ടണൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഗിയർ നോബിന്റെ ചുറ്റുമായിട്ട് ഒരു ക്രോമിയം ഫിനിഷ് കൊടുത്തിട്ട് വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. ആക്ച്വലി ഇതൊരു 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. അതിന്റെ ഗിയർ നോബ് അലൈൻ ചെയ്തിരിക്കുന്നത് വളരെ നന്നായിട്ടുണ്ട്. ഗിയർ ലിവറിന്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ആക്ച്വലി ഒരു ലൈറ്റ്സിന്റെ സ്വിച്ച് ആണ്. ഇത് നമ്മൾ ഓൺ ചെയ്യുമ്പോൾ നമ്മളുടെ ഇവിടെ ചെറിയൊരു യൂട്ടിലിറ്റി സ്പേസിലും നമ്മുടെ ഡോർ ഹാൻഡിലിന്റെ സൈഡ്സിലായിട്ട് നമുക്ക് ലൈറ്റ്സ് ആക്ടിവേറ്റ് ആവുന്നത് കാണാൻ പറ്റും. ഇതിന്റെ തൊട്ടിപ്പുറത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് നമ്മളുടെ ഡ്രൈവ് മോഡ്സ് സെലക്ട് ചെയ്യാനുള്ള റോട്ടറി നോബ് കാണാൻ പറ്റും. അപ്പോൾ ഇത് നമ്മളുടെ ഡിജിറ്റൽ ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററുമായിട്ട് ഇന്റഗ്രേറ്റഡ് ആണ്. ഇപ്പം നമ്മൾ നോർമൽ മോഡിൽ, അതായത് ഈ സ്വിച്ച് നമ്മൾ താഴോട്ട് പ്രസ് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ വെഹിക്കിൾ നോർമൽ ലോഡോട്ട് പോകും. അതിന് പകരം നമ്മൾ ലെഫ്റ്റിലോട്ട് നമ്മൾ ആന്റി ക്ലോക്ക് വൈസ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ വെഹിക്കിൾ എക്കോ മോഡിലോട്ട് മൂവ് ചെയ്യും. അപ്പം നമ്മളുടെ ക്ലസ്റ്ററിൽ വരുന്ന മാറ്റങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതൊരു തരം ഗ്രീനിഷ് ആയിട്ട് നമുക്ക് മാറുന്നതാണ്. ഇനി നമുക്ക് ഈ വെഹിക്കിൾ സ്പോർട്ട് മോഡിലേക്ക് മാറണമെന്നുണ്ടെങ്കിൽ ഈ റോട്ടറി നോബ് നമ്മൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്ക് റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ റെഡ് ആയിട്ട് മാറിയിട്ടുണ്ട്. നമ്മുടെ സെൻട്രൽ ടണലിന്റെ നമ്മുടെ ഡ്രൈവ് മോഡിന്റെ തൊട്ട് ബാക്കിലായിട്ട് നമുക്ക് ഡ്രാഗ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷട്ടർ ഇവിടെ കാണാൻ പറ്റും. അതിന്റെ താഴത്തായിട്ട് വലിയൊരു യൂട്ടിലിറ്റി സ്പേസ് കാണാൻ പറ്റും. അതിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് മനോഹരമായിട്ട് നമ്മുടെ ഹാൻഡ് ബ്രേക്കിന്റെ ലിവർ അലൈൻ ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ ഒരു ക്രോം ഇൻസേർട്ട് ഒക്കെ കൊടുത്തിട്ട് മനോഹരമാക്കിയിട്ടുണ്ട്.
അതിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് സ്റ്റേഷനറി ആയിട്ടുള്ളൊരു ഹാൻഡ് റെസ്റ്റ് നമുക്ക് കാണാൻ പറ്റും. ഇത് സ്ലൈഡ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ അത്യാവശ്യം സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ തൊട്ട് താഴത്തായിട്ട് നമുക്ക് ഈ ഒരു എക്സ്റ്റൻഷൻ ഇവിടെ കാണാൻ പറ്റും സ്റ്റോറേജിൻ്റെ. അത്യാവശ്യം ഡീപ്പായിട്ടുള്ളൊരു സ്റ്റോറേജ് സ്പേസ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. ഈ വെഹിക്കിളിൽ ഫാബ്രിക് സീറ്റ്സ് ആണ് വരുന്നത്, പക്ഷെ എർഗണോമിക് ഡിസൈനിലുള്ള സീറ്റ്സ് ആണ് ഇതിൽ നമുക്ക് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ബാക്ക് സപ്പോർട്ടും ഹെഡ് സപ്പോർട്ടും ലംബർ സപ്പോർട്ടും ഒക്കെ തരുന്ന രീതിയിലാണ് ഈ സീറ്റ്സ് അലൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലോങ് ഡ്രൈവ് ഒക്കെ പോകുന്ന സമയത്ത് നമുക്ക് ഫറ്റീഗ് ആവാതെ നമുക്ക് ഡ്രൈവ് ചെയ്തിട്ട് പോകാൻ പറ്റും. നമുക്കൊരു ഓട്ടോ ഡിമ്മിങ് ഫംഗ്ഷൻ ഇല്ലാത്ത മാനുവലി ഡിമ്മിങ് ഉള്ള ഒരു ഇന്റേണൽ റിയർ വ്യൂ മിററാണ് ഈ വെഹിക്കിളിൽ വരുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ റൂഫ് എല്ലാം ബേജ് കളറിലാണ് കൊടുത്തിട്ടുള്ളത്. റൈറ്റ് സൈഡിൽ സൺവൈസറിൽ ഒരു മിറർ, വാനിറ്റി മിറർ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ടിക്കറ്റ് ഹോൾഡേഴ്സ് ഒന്നുമില്ല. ഇപ്പോഴത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നമ്മൾ എല്ലാം ഫാസ്ടാഗ് ആയതുകൊണ്ട് ഇനി ടിക്കറ്റ് ഹോൾഡേഴ്സ് കൊടുക്കേണ്ട ആവശ്യകത കുറവാണ്. കോ ഡ്രൈവർ സൈഡിലെ സൺഷെയ്ഡിലും വാനിറ്റി മിറർ കൊടുത്തിട്ടുണ്ട്. ലൈറ്റ്സ് ഒന്നും കൊടുത്തിട്ടില്ല. ഇതിൽ ആക്ച്വലി റൂഫിൽ 2 ലൈറ്റ്സ് വരുന്നുണ്ട്. ഒന്ന് ഫ്രണ്ടിലായിട്ടും ഒന്ന് മിഡിലായിട്ടും 2 ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 ഹാലജൻ ലൈറ്റ്സ് തന്നെയാണ്. വാം ലൈറ്റ് കളറുള്ള ലൈറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഡ്രൈവർ സൈഡിൽ സൺഷൈഡിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് നമുക്ക് മൈക്രോഫോൺസ് കാണാൻ പറ്റും. ആക്ച്വലി ഇത് നമ്മുടെ വയർലെസ് ആയിട്ട് നമ്മൾ ഫോൺ യൂസ് ചെയ്യുന്ന സമയത്ത് യൂസ്ഫുൾ ആവും. ഡ്രൈവർ സൈഡിൽ ഗ്രാബ് ഹാൻഡിൽസ് കൊടുത്തിട്ടില്ല, പക്ഷേ നമ്മളുടെ പാസഞ്ചർ സൈഡിലും കോ ഡ്രൈവർ സൈഡിലും ഒരു സ്റ്റേഷനറി ആയിട്ടുള്ള ഒരു ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് 4 എയർ ബാഗ്സ് ആണ് വരുന്നത്. 2 എണ്ണം, ഒന്ന് ഡ്രൈവർ സൈഡിൽ ഒന്ന് കോ ഡ്രൈവർ സൈഡിലും 2 സൈഡ് എയർ ബാഗ്സുമാണ് ഈ വെഹിക്കിളിൽ വരുന്നത്. ഇപ്പം ഞാൻ എൻ്റെ പ്രോപ്പറായിട്ട്, അതായത് കംഫർട്ടബിൾ ആയിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന പൊസിഷനിലാണ് നമ്മൾ ഫ്രണ്ട് സീറ്റ്സ് ഇട്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കിൽ പോയിട്ട് അതിൻ്റെ സ്പേസും ബാക്കിയുള്ള ഫീച്ചേഴ്സൊക്കെ നമുക്ക് നോക്കി നോക്കാം. ആദ്യം തന്നെ ഇതിൻ്റെ ഡോർ പാഡ്സിൽ ഡോർ അൺലോക്ക് ലോക്ക് ബട്ടൺ ആയിട്ട് അതിൻ്റെ ടോപ്പിലാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ അതൊരു മനോഹരമായിട്ടുള്ളൊരു ഡിസൈനാണ്. അതിൻ്റെ തൊട്ട് താഴത്തായിട്ട് പിയാനോ ബ്ലാക്ക് ഫിനിഷിൽ ഡോർ ഹാൻഡിൽസ് കാണാൻ പറ്റും. ഡോറിൻ്റെ ട്രിം ഒരു ഹാർഡ് പ്ലാസ്റ്റിക്കിലാണ് കൊടുത്തിരിക്കുന്നത്. ഒരു മൾട്ടിപ്പിൾ കളറിലൊരു ചെറിയ ടെക്സ്ചറൊക്കെ കൊടുത്തിട്ട് ഭംഗിയാക്കിയിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് താഴത്തായിട്ട് പവർ വിൻഡോൻ്റെ സ്വിച്ചസ് കാണാൻ പറ്റും. ഇവിടെ ചെറിയ യൂട്ടിലിറ്റിയും ഇതിൻ്റെ താഴത്തായിട്ട് വലിയൊരു യൂട്ടിലിറ്റി, ഇവിടെ നമുക്ക് ഏതാണ്ട് ഒരു 1/2 ലിറ്ററിൻ്റെ ബോട്ടിൽ വെക്കാൻ പറ്റുന്ന ഒരു യൂട്ടിലിറ്റിയും കാണാൻ പറ്റും. ഒരു ട്യൂട്ടർ സ്പീക്കർ നമ്മുടെ ഈ ഡോർ പാഡിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്കിനി ഉള്ളിൽ കയറി നിന്നിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. നമ്മളുടെ സീറ്റ് ഇപ്പോൾ ഫ്രണ്ടിൽ ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന, കംഫർട്ടബിളായി ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്ററിലാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. എന്നിട്ടും നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു നീ റൂം ഇവിടെ കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഹെഡ് റൂമും അത്യാവശ്യം മോശമല്ലാത്ത രീതിയിൽ ഉണ്ട്. മോശമല്ലാത്തൊരു തൈ സപ്പോർട്ടും അത്യാവശ്യം നല്ല ബാക്ക് സപ്പോർട്ടും തരുന്ന ഒരു സീറ്റ്സ് ആണ് ഈ ബാക്കിലും കൊടുത്തിട്ടുള്ളത്. അതിൽ തന്നെ നമുക്ക് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ളൊരു ഹെഡ് റെസ്റ്റ് കൂടി കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി ഇതിൽ നടുക്കായിട്ട് ഒരു ഹാൻഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതിൽ 2 കപ്പ് ഹോൾഡേഴ്സും ഒരു ചെറിയ ഒരു സ്റ്റോറേജ് സ്പേസും കൂടി കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഹാൻഡ് റെസ്റ്റ് ഫോൾഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്കിവിടെ മൂന്നാമതൊരാൾക്ക് നമുക്ക് ഈസി ആയിട്ട് ഇരിക്കാൻ പറ്റും. ഇതിൽ കാര്യമായിട്ടുള്ള ഒരു സെൻട്രൽ ടണൽ ഇല്ലാത്തതുകൊണ്ട് മൂന്നാമത്തെ ഒരു ആൾക്കും മോശമല്ലാത്ത രീതിയിൽ നമുക്കിവിടെ ഇരിക്കാൻ പറ്റും. 2 പേർക്കാണ് പ്രോപ്പർ ആയിട്ടുള്ള സീറ്റ് ബെൽറ്റ്സ് കൊടുത്തിരിക്കുന്നത്. ആക്ച്വലി നടുക്കുള്ളവർക്ക് ഒരു ലാബ് ബെൽറ്റാണ് ഈ വെഹിക്കിളിൽ കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മുടെ ഹാൻഡ് റെസ്റ്റിനെ തൊട്ട് താഴത്തായിട്ട് 2 AC വൻസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ടെമ്പറേച്ചർ കൺട്രോൾസ് ഒന്നുമില്ല, നമുക്കിതിൻ്റെ വെൻറ്റിൻ്റെ കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് താഴത്തായിട്ട് ഒരു 12 വോൾട്ടിൻ്റെ ചാർജിങ് സോക്കറ്റ് കൂടി കൊടുത്തിട്ടുണ്ട്.